ഹലോ ഒരുപടി നമസ്കാരം. ഞാൻ രാകേഷ് അമ്പാട്, നിങ്ങളുടെ സ്വന്തം ലോ ഓഫ് അട്രാക്ഷൻ കോച്ച്. ഞാൻ ഇന്ന് സംസാരിക്കുന്നത്, ഞാൻ ഈ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസസ് 2009 മുതൽ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. 2009 മുതൽ വളരെ സീരിയസ് അല്ല, അവിടെ നിന്ന് കേട്ട് പഠിച്ച് പുസ്തകങ്ങൾ വായിച്ചതും ചെറിയ ക്ലാസ്സിൽ കേട്ട സാധനം വളരെ ചെറിയ രീതിയിൽ ഞാൻ പ്രാക്ടീസ് ചെയ്ത് പോരുമായിരുന്നു. ഈ 2021 ഞാൻ വളരെ സീരിയസ് ആയിട്ട് ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങി. പുതിയ കോച്ചിൻ്റെ അടുത്ത് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. ഒരുപാട് പുസ്തകങ്ങൾ വായിക്കും, കുറച്ച് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തില്ല, സമയം പൈസയൊക്കെ. അപ്പോൾ അതിനുശേഷം ഉണ്ടായ വളരെ സീരിയസ് ആയിട്ടുള്ള 5 മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാനൊന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങളും ചെക്ക് ചെയ്ത് നോക്കുക, പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ അതിൽ മാറ്റങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിലിടാം. അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയാം. സംഭവം കുറച്ച് വളിപ്പാണ്, ഒരു സ്വയം പൊങ്ങിയെന്നൊക്കെ വിചാരിക്കും, എങ്കിലും ഞാനൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. പ്രധാനമായിട്ട് എനിക്ക് മാറ്റേണ്ട 5 കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട്, എങ്കിൽ 5 ഞാൻ പറയാം. ഈ 5 കാര്യങ്ങൾ: ഒന്ന്, ഞാൻ ഒരുപാട് ബാഡ് വേർഡ്സ് ഉപയോഗിക്കുകയായിരുന്നു. ഞാൻ ഒരുപാട് ചീത്ത വിളിക്കുകയായിരുന്നു, തെറിയൊക്കെ പറയുമായിരുന്നു ദേഷ്യം വന്നു കഴിയുമ്പോൾ. പ്രത്യേകിച്ച് വണ്ടി ഓടിച്ച് പോകുന്ന സമയത്ത് കാറിലും മുമ്പിൽ വന്നു കഴിഞ്ഞാൽ എന്താ കൂട്ടി തെറി വിളിക്കുമായിരുന്നു. വണ്ടിക്കകത്താണ്, ഗ്ലാസ് തുറന്നിട്ട് വിളിക്കില്ല. വൈഫ് പറയുമ്പോൾ തുറന്നിട്ട് വിളിക്കുക, ധൈര്യം ഉണ്ടെങ്കിൽ എന്നൊക്കെ പറയും. എങ്കിലും ഞാൻ എനിക്ക് എൻ്റെ ഇതിനു വേണ്ടി ഞാൻ രീതിയിൽ ഞാനിങ്ങനെ ചീത്ത വിളിക്കുമായിരുന്നു, ഭയങ്കരമായിട്ട് ചീത്ത വിളിക്കുമായിരുന്നു. അപ്പോൾ വീടിൻ്റെ അകത്തൊക്കെ എന്തെങ്കിലും സംഭവിച്ചു, എന്തൊരു കൈ തട്ടി വീണ് കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ ഒരു തെറി പറഞ്ഞിട്ടേ ഞാൻ അടുത്ത ഇടപാട് എന്ന രീതിയിൽ ആണ് മനസ്സിൽ വരുമായിരുന്നു. അപ്പോൾ ഒന്ന്, ആ സാധനം ഇപ്പം ഇല്ല. 2021 മുതൽ ഞാൻ തെറി ഭാഷകൾ ഉപയോഗിച്ചിട്ടേയില്ല. റേറായിട്ടെങ്ങാനും അത് ഇത്ര നാൾ കിടന്നുകൊണ്ട് എപ്പോഴൊക്കെയോ വന്നിട്ടെന്നല്ലാതെ ഇല്ല. ഞാൻ തെറി ഭാഷ പൂർണ്ണമായിട്ട് ഒഴിവാക്കി. തെറി അല്ലെങ്കിൽ അങ്ങനത്തെ വളരെ നെഗറ്റീവായിട്ടുള്ള ഭാഷകൾ ഇതൊന്നും ഞാനിപ്പോൾ ഉപയോഗിക്കാറില്ല. എനിക്ക് വരുന്നേയില്ലെങ്കിൽ അങ്ങനെ സാധനങ്ങൾ. അതിനൊപ്പം തന്നെ വേറെ കാര്യം, ഈ തെറി ഒഴിവാക്കുന്നൊപ്പം തന്നെ ഇപ്പം എന്ത് സംഭവിച്ചു, ഇപ്പം എൻ്റെ കൈ തട്ടിയിട്ട് പാത്രം നിലത്ത് വീണേ അപ്പം ഞാനിങ്ങനെ ആ പാത്രത്തെ ഞാൻ ചീത്ത വിളിക്കുമായിരുന്നു. പോപ്പിലെ പാത്രം കൊണ്ട് വെച്ചേക്കുന്ന സ്ഥലം എന്തൊക്കെ ഞാൻ അങ്ങനെ ആ വെച്ച ആളെ പാത്രത്തെ ചീത്ത വിളിക്കുന്നത്. ഇപ്പം ഞാൻ ചിന്തിക്കുന്നത്, ഇപ്പം എൻ്റെ മനസ്സിൽ പറയുന്നത്, എൻ്റെ കുഴപ്പം കൊണ്ടല്ലേ, എൻ്റെ കൈ കൊണ്ട് തട്ടി സംഭവിച്ചതല്ലേ. ഇപ്പം അങ്ങനെ ഞാൻ ചിന്തിക്കണേ. ഒരുപാട് മാറ്റമുണ്ട്. അങ്ങനെ ആ ഒരു ചിന്തയിൽ പോലും കുറേ സാധനം മാറ്റം വന്നത്. അപ്പോൾ ഒന്ന്, ഞാൻ തെറി വാക്കുകൾ ഭാഷകളൊക്കെ ഞാൻ പൂർണ്ണമായിട്ടും ഒഴിവാക്കി. 2, എനിക്ക് പറ്റി വലിയൊരു കുഴപ്പം, അതെൻ്റെ ജോലിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ജോലി മാത്രമല്ല, എൻ്റെ ഏറ്റവും അടുത്ത ബന്ധങ്ങളിലൊക്കെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് നോ പറയാൻ ഭയങ്കര പാടായിരുന്നു. ഒരാൾ എന്തെങ്കിലും എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇല്ല അല്ലെങ്കിൽ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അത് മൂലമായിട്ട് എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ജോലി സംബന്ധമായിട്ട് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മളിതൊക്കെ കമ്മിറ്റ് ചെയ്ത് വെക്കുകയും ചെയ്യും, പക്ഷെ ഒന്നും ചെയ്യാനും പറ്റില്ല. അവസാനം അതിനെക്കുറിച്ചുള്ള ചീത്ത വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഐ ക്യാൻ ഈസിലി സേ നോ. ആരുടെ മുഖത്തേക്ക് എനിക്ക് പറ്റില്ല, ഇല്ല, നോ എന്ന് പറയാനായിട്ട് ഒരു മടിയില്ല. അത് നല്ലതാണെന്ന് പറയാം. അപ്പോൾ സെൽഫ് ലവിൻ്റെ ഒരു ഭാഗമാണത്. നമുക്ക് ദോഷം വരുന്നൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ചില അടുത്ത ബന്ധം ആണെങ്കിൽ പോലും പക്ഷെ നമുക്കറിയാം അത് മോശമാണ്, അല്ലെങ്കിൽ അത് ശരിയാവില്ല, വർക്കൗട്ട് ആവില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ നോ പറയും. പല ആൾക്കാർ ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രോബ്ലമാണ്. പലപ്പോഴും ഇമോഷണലി ഇഷ്യൂസ് വരും. അവിടെ ഇപ്പം എങ്ങനെയാണ് പുള്ളി എടുത്ത് പറയാം, അത് പഠിച്ചേ പറ്റുള്ളൂ. ലേൺ ടു സേ നോ പറയാൻ പഠിക്കുക. ഞാനിപ്പോൾ അത് ഈസി ആയിട്ട് പറയുന്നുണ്ട്. 3, എനിക്ക് ഇമോഷൻസ് ഇപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. നേരത്തെയൊക്കെ എനിക്ക് ചെറിയ കാര്യം വന്നാൽ പെട്ടെന്ന് വിഷം വരാം. എൻ്റെ അച്ഛൻ മരിച്ച സമയത്തൊക്കെ ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു. ഒരു പെൺകുട്ടി കരയുന്ന പോലെ കരഞ്ഞിരുന്നത്, അതുപോലെ ഭയങ്കര കരച്ചിലായിരുന്നു. ഒരു സിമ്പിൾ സീൻ കണ്ട വിഷമം വരിക, ഭയങ്കര സങ്കടം വരും, പെട്ടെന്ന് സങ്കടം വരും. അങ്ങനെ ഒരു ഇമോഷൻ പിടിച്ചു വയ്ക്കാൻ പറ്റില്ല, കണ്ണൊക്കെ നിറഞ്ഞ് ഒഴുകും, അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ ഈ കമാൻഡ് കൊടുത്ത് ഇമോഷണലി ഞാൻ സ്ട്രോങ്, ബോൾഡ് എന്നൊക്കെ പറഞ്ഞ് കമാൻഡ് ഈ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ഇപ്പം എനിക്ക് എന്ത് പ്രശ്നം വന്നാലും ഈസിയാണ്. ഇനി ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പൊറുക്കും. മറ്റേ ഞാനിങ്ങനെ പിണങ്ങി ഇരിക്കുമെങ്കിലും ഇപ്പം ഞാൻ എൻ്റെ വൈഫായിട്ടോ അല്ലെങ്കിൽ അമ്മയായിട്ടോ ഒക്കെ എന്തെങ്കിലും സംസാരമൊക്കെ വരും. മനുഷ്യരാണ്, സംസാരം വരും, അങ്ങോട്ടും വർത്താനം പറയും, വഴക്ക് ഉണ്ടാവുമെങ്കിലും 2 മിനിറ്റ് അപ്പം തന്നെ ഞാനത് മറന്ന് ഞാൻ തിരിച്ചത് വിട്ടു. അവർ പലപ്പോഴും ചിരിക്കുന്നുണ്ടാവും, എങ്കിൽ പോലും ഞാൻ അങ്ങോട്ട് പോട്ടെന്നൊക്കെ പറഞ്ഞ് തമാശ പറഞ്ഞ് അങ്ങോട്ട് വിടും. കാരണം ഒരു നെഗറ്റീവ് ഇമോഷൻ പുള്ളിൽ വയ്ക്കുന്നില്ല, അതപ്പം തന്നെ റിലീസ് ചെയ്ത് കളയും. ഒരു സാധനം ഓവറായിട്ട് അറ്റാച്ച്മെൻറ്റ് ഇല്ല. അതിൻ്റെ പോയല്ലോ, നഷ്ടപ്പെട്ടല്ലോ, വണ്ടി എൻ്റെ ഇടിച്ചു, അതിന് വണ്ടി ഇടിച്ചല്ലോ, വണ്ടി ഇടിച്ചിട്ട് എന്ത് ചെയ്യും, ചിന്തിക്കുന്നേ ഇല്ല. വണ്ടി ഇടിച്ചു, ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും, അപ്പം എൻ്റെ വണ്ടി തട്ടിയിരിക്കുകയാണ്, ബാക്കിൽ ശരിയാക്കണം. അപ്പോൾ ഈ രീതിയിലൊക്കെ ആ ഇമോഷണലി ഭയങ്കരമായിട്ട് നമുക്കിപ്പോൾ ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ 3ാമത് എനിക്ക് കിട്ടിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇമോഷൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനും ബാലൻസ് ചെയ്യാനും പറ്റുന്നുണ്ട്. 4, ഹീൽ മൈ ബോഡി ആൻഡ് മൈൻഡ്. എനിക്ക് എൻ്റെ മനസ്സിനെയും എൻ്റെ ശരീരത്തിനെയും ഹീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മുമ്പൊക്കെ എൻ്റെ കണ്ണിൻ്റെ കാഴ്ചയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കണ്ണട വെച്ചിരുന്നതാണ്, ഞാനിപ്പോൾ കൊടുത്തോണ്ടിരിക്കുകയാണ്, കമാൻഡ് കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കണ്ണട വേണ്ട എനിക്ക്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ശരീരത്തിൽ ഇപ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലും വേദന വന്നു, ഒരു വയ്യായ്ക വന്നു,
ഒരു നീര് വന്നു, അല്ലെങ്കിൽ തലവേദന വന്നു, ഭയങ്കര അസഹ്യമായിട്ട് ബുദ്ധിമുട്ട് വന്നു, നമുക്ക് പെട്ടെന്ന് ഹീൽ ചെയ്യാൻ പറ്റും. ഹോപ്പനോപ്പനോ EFT പോലുള്ള സാധനം നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് പ്രശ്നം ഇപ്പോൾ നമുക്കതൊരു പേടിയില്ല. എന്ത് വന്നാലും ഇപ്പോൾ കൊറോണ ഉണ്ടാവും, നമുക്ക് നോക്കാന്നേ, ഈ ഒരു മൈൻഡ് സെറ്റ്. ഇപ്പോൾ എൻ്റെ കൂടെ ആൾക്കാർ ഇപ്പോൾ അങ്ങനെ പറഞ്ഞോളൂ, എന്ത് വന്നാലും നമ്മുടെ കയ്യിൽ ഇന്ന സാധനമില്ലേ, നമ്മൾ എന്തിനാ പേടിക്കണം, ഈ രീതിയിൽ. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്ത് 4ാമത്തെ ഒരു പോയിന്റ് പറയാനുള്ളത്, ഐ ക്യാൻ ഹീൽ മൈ മൈൻഡ് ആൻഡ് ഹീൽ മൈ ബോഡി. മനസ്സിനെ പരിപൂർണ്ണമായിട്ട് ഹീൽ ചെയ്യാൻ പറ്റും. ഒരു സാധനം മനസ്സിലിരിക്കില്ല, ഇപ്പോൾ ഒരു പ്രശ്നം മനസ്സിലില്ല അവസ്ഥയിലേക്കായി. 5, ഒബ്വിയസ്ലി ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അട്രാക്ഷനാണ്. അട്രാക്ഷൻ പവേഴ്സ് കൂടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒഴുക്ക്, ഒരു സുഖമായ ഒഴുക്ക് വന്നു തുടങ്ങി ജീവിതത്തിൽ. എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടന്നു പോകുന്നുണ്ട്. അപ്പോൾ എന്ത് തന്നെ ആഗ്രഹിക്കുന്നുണ്ടോ അതൊക്കെ വരുന്നുണ്ട് നമുക്ക്. ചെറിയ കാര്യങ്ങൾ പെട്ടെന്ന് വരുന്നു, വലിയ കാര്യങ്ങൾ ഡിപ്പെൻസ്, അതിൻ്റെ സമയം വരുന്നുണ്ട്. എങ്കിൽ പോലും നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാം നമ്മളിലേക്ക് വരുവാണ്, നമ്മുടെ മുമ്പിൽ അത് മാനിഫെസ്റ്റ് ചെയ്യപ്പെടുവാണ്. അപ്പോൾ ഈ 5 കാര്യങ്ങൾ ഭയങ്കരമായിട്ട് എനിക്ക് മാറ്റം വരുന്നത് എൻ്റെ ജീവിതത്തിൽ. ലോ ഓഫ് അട്രാക്ഷൻ സീരിയസ് ആയിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം ഇപ്പം ഞാൻ എൻ്റെ യൂട്യൂബിൽ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ് ഇപ്പോൾ എൻ്റെ അടുത്ത്. ഞാൻ കമൻറ്റ് പറഞ്ഞു തുടങ്ങിയത്. അപ്പോൾ നോക്കാം, ലെറ്റ്സ് സീ നമുക്ക് എങ്ങനെയൊക്കെയാണ് പെട്ടെന്ന്. അപ്പോൾ ഞാൻ അതിനനുസരിച്ചുള്ള എൻ്റെ വർക്കുകളും കർമ്മ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എൻ്റെ കർമ്മം അതനുസരിച്ച് മാറ്റണം, ഞാൻ ഫ്രീക്വൻ്റായിട്ട് വീഡിയോ ഇടണം, കണ്ടൻറ്റ് നന്നാക്കണം, ഇതൊക്കെ ഒരു കാര്യങ്ങളുണ്ട്. അതൊക്കെ എൻ്റെ മനസ്സിൽ പ്ലാനിങ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നിരന്തരമായിട്ട് വീഡിയോസ് ഇടണം എന്നാണ് വിചാരിക്കണേ. അപ്പോൾ അത് ഇഷ്ടപ്പെട്ടെങ്കിൽ കൂടുതൽ മുന്നോട്ട് പോകണം, എൻ്റെ വീഡിയോസ് ഇങ്ങനെ കാണണം, അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് കൂടുതൽ പഠിക്കണം ആഗ്രഹമുണ്ടെങ്കിൽ കണക്ട് ചെയ്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ കമ്മ്യൂണിറ്റി ലിങ്ക് കൊടുക്കാം, കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്തിരിക്കുക. ഒരുപാട് ഫ്രീ ക്ലാസ്സസ് വരുന്നുണ്ട്, പെയ്ഡ് ക്ലാസ് വരുന്നുണ്ട്, പ്രോഗ്രാംസ് വരുന്നുണ്ട്, ക്ലബ് മെമ്പർഷിപ്പ് പ്രോഗ്രാംസ്, ഇതൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അനുകൂലമായിട്ട് ഇരുന്ന് ജീവിതത്തിൽ മാറ്റം വരുത്തി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. കണക്ട് ചെയ്തിരിക്കുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബ്ലാ 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 എല്ലാം ചെയ്യാം. വീണ്ടും കാണാം അടുത്ത വീഡിയോ. അതുവരേക്കും ബൈ ഫ്രം രാകേഷ് പാട്ട്.